നമസ്കാരം. ന്യൂസ് അറ്റ് 11:30 സ്വാഗതം. ഇന്നലെ നറുക്കെടുത്ത തിരുവോണം ബമ്പർ ലോട്ടറിയിലെ ഒന്നാം സമ്മാനമായ 25 കോടി രൂപ സ്വന്തമാക്കിയ ഭാഗ്യവാൻ നെട്ടൂർ സ്വദേശിയെന്ന സൂചന. സമ്മാനാർഹമായ ടിക്കറ്റിന്റെ ഉടമ കടയുടമ ലതീഷിന്റെ സുഹൃത്തിനെ ടിക്കറ്റ് കാണിച്ചുവെന്ന് ലതീഷ് തന്നെ പറയുന്നു. മറ്റു സൂചനകളോ പേരോ അറിയില്ലെന്നും ടിക്കറ്റ് താൻ നേരിട്ട് കണ്ടിട്ടില്ലെന്നും ഇദ്ദേഹം പറഞ്ഞു. എറണാകുളം നെട്ടൂരിലെ ലോട്ടറി ഏജന്റായ ലതീഷ് വിറ്റ ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനം ലഭിച്ചതെന്ന് ഇന്നലെ വ്യക്തമായിരുന്നു. എന്നാൽ സമ്മാനം നേടിയയാൾ ആരെന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. നറുക്കെടുപ്പിന് തലേന്ന് വിറ്റ ഈ ടിക്കറ്റ് ആരാണ് എടുത്തതെന്ന് കൃത്യമായി പറയാൻ ലതീഷിനും സാധിച്ചിട്ടില്ല. നെട്ടൂർ മേഖലയിൽ തന്നെ താമസിക്കുന്ന ആരെങ്കിലുമാകാം ടിക്കറ്റ് എടുത്തത് എന്നായിരുന്നു ഇന്നലെ മുതലേ സംശയിച്ചത്. ഗുരുവായൂർ ദേവസ്വത്തിന്റെ സ്വർണം, വെള്ളി, പണനിക്ഷേപം ഉൾപ്പെടെയുള്ള മുഴുവൻ സ്വത്തുവകകളെക്കുറിച്ചും കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന് BJP നോർത്ത് ജില്ലാ സമ്പൂർണ്ണ സമിതി യോഗം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. BJP ദേശീയ നിർവാഹക സമിതി അംഗം കുമ്മനം രാജശേഖരൻ യോഗം ഉദ്ഘാടനം ചെയ്തു. വരുന്ന തെരഞ്ഞെടുപ്പിൽ LDF-നും UDF-നും വോട്ട് ചോദിക്കാൻ യോഗ്യതയില്ലെന്നും പ്രധാനമന്ത്രി കേരളത്തിൽ നടപ്പിലാക്കുന്ന കേന്ദ്ര പദ്ധതികൾ ഏറ്റുപിടിക്കുകയാണ് പിണറായി വിജയനെന്ന് കുമ്മനം രാജശേഖരൻ പറഞ്ഞു. യോഗത്തിൽ നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി പാസാക്കിയ പ്രമേയം ജില്ലാ ജനറൽ സെക്രട്ടറി KR അനീഷ് മാസ്റ്ററും ജില്ലാ കമ്മിറ്റി പാസാക്കിയ പ്രമേയം ജില്ലാ ജനറൽ സെക്രട്ടറി വിപിൻ കൂടിയേടത്തും അവതരിപ്പിച്ചു. ചടങ്ങിൽ കർഷക മോർച്ച ദേശീയ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജയസൂര്യൻ, സംസ്ഥാന സമിതി അംഗങ്ങളായ ദയാനന്ദൻ മാമ്പുള്ളി, IN രാജേഷ്, അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു, മേഖലാ വൈസ് പ്രസിഡന്റ് അനീഷ് ഇയാൽ തുടങ്ങിയവർ സംസാരിച്ചു. 87 കോടി ജനങ്ങൾക്ക് ഇപ്പോൾ സൗജന്യമായി 5 കിലോ അരി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പട്ടിണി മരണം ഭാരതത്തിലില്ല. കൊറോണയുടെ സമയത്ത് പോലും പട്ടിണി മരണം ഉണ്ടായിട്ടില്ല. ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയുന്നു കേരളത്തിൽ അതിദാരിദ്ര്യം ഇല്ലാതാകും. എന്തായാലും പറയാൻ കാരണം എന്നറിയാം, അദ്ദേഹത്തിന് ഉറപ്പാണ് 5 കിലോ അരി മൂടി കൊടുക്കുന്നുണ്ടല്ലോ. 5 കിലോ അരി സൗജന്യമായിട്ട് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് പാവങ്ങൾ അത് കിട്ടുന്നുണ്ടെന്ന് അദ്ദേഹത്തിന് നല്ല ഉറപ്പാണ്. അതുകൊണ്ടാണ്, അതിന്റെ ബലത്തിലാണ് പറയുന്നത് കേരളത്തിൽ ഇനി ദരിദ്രരുണ്ടാവില്ല. പുന്നയൂർക്കുളം നാലപ്പാട്ട് നാരായണമേനോൻ ജന്മദിനാഘോഷവും പുരസ്കാര സമർപ്പണവും ചൊവ്വാഴ്ച നടക്കും. ഉച്ചതിരിഞ്ഞ് 3-ന് കുന്നത്തൂർ മന ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള നാലപ്പാടൻ പുരസ്കാരം സാഹിത്യ അക്കാദമി പ്രസിഡന്റ് K സച്ചിദാനന്ദന് തുഞ്ചത്ത് എഴുത്തച്ഛൻ മലയാളം സർവകലാശാല വൈസ് ചാൻസലർ CR പ്രസാദ് സമ്മാനിക്കും. സമിതി പ്രസിഡന്റ് TP ഉണ്ണി അധ്യക്ഷനാകും. കവി ആലങ്കോട് ലീലാകൃഷ്ണൻ പ്രഭാഷണം നടത്തും. കോമളവല്ലിയുടെ കവിതാ സമാഹാരം പ്രകാശനവും ചടങ്ങിൽ നടക്കുമെന്ന് നാലപ്പാടൻ സ്മാരക സാംസ്കാരിക സമിതി ഭാരവാഹികളായ AK സതീഷ് കുമാർ, ചോ മുഹമ്മദ് ഉണ്ണി, P രാമദാസ് എന്നിവർ അറിയിച്ചു. കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് ചൊവ്വന്നൂർ ബ്ലോക്കിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷവും വിമുക്ത ഭട കുടുംബ സംഗമവും സംഘടിപ്പിച്ചു. കുന്നംകുളം ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ കുന്നംകുളം നഗരസഭാ അധ്യക്ഷ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വേൾഡ് റെക്കോർഡ് സംസ്ഥാന പ്രസിഡന്റ് ഗിന്നസ് താറാദൂർ മുഖ്യപ്രഭാഷണം നടത്തി. KCSL ചൊവ്വന്നൂർ ബ്ലോക്ക് പ്രസിഡന്റ് MK കുഞ്ഞവറു അധ്യക്ഷനായി. KCSL തൃശൂർ ജില്ലാ പ്രസിഡന്റ് അശോക് കുമാർ, തൃശൂർ ജില്ലാ മഹിളാ വിംഗ് പ്രസിഡന്റ് ശോഭന വിദ്യാസാഗർ, കുന്നംകുളം നഗരസഭ 22ാം വാർഡ് കൗൺസിലർ AS സനൽ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. സംഘടന ചൊവ്വന്നൂർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് AC രാമു സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സെക്രട്ടറി KM നന്ദകുമാർ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. സംഘടനാ ട്രഷറർ MO ഫിലിപ്പോസ് വാർഷിക കണക്കും അവതരിപ്പിച്ചു. കലാപരിപാടികളും സ്നേഹവിരുന്നും ഉണ്ടായി. കമ്മിറ്റി ഭാരവാഹികൾ നേതൃത്വം നൽകി. കുതിരാൻ തുരങ്കം തുറന്നുകൊടുത്തതു മുതൽ പഴയന്നൂർ പഞ്ചായത്തിലെ എളനാട് മുതൽ വടക്കാഞ്ചേരി വരെയുള്ള മലയോര മേഖലയിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന കാട്ടാനശല്യം നിയന്ത്രിക്കാൻ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് വെൽഫെയർ പാർട്ടി നേതൃത്വം നൽകുമെന്ന് പാർട്ടി ജില്ലാ സെക്രട്ടറി സുലൈഖ അസീസ് പറഞ്ഞു. സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കുക, മയിൽ, കുരങ്ങൻ തുടങ്ങിയ ജീവികളെ പിടികൂടി കൂട്ടിലടച്ച് വംശവർദ്ധനവ് തടയുക, മാൻ, പന്നി, മലയണ്ണൻ തുടങ്ങിയ ജീവികളിൽ നിന്നും കൃഷി സംരക്ഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് വെൽഫെയർ പാർട്ടി പഴയന്നൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. പഴയന്നൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഷെമിയ VK അധ്യക്ഷത വഹിച്ച യോഗത്തിൽ FITU ജില്ലാ പ്രസിഡന്റ് ഹംസ എളനാട്, വെൽഫെയർ പാർട്ടി മണ്ഡലം പ്രസിഡന്റ് ഷാജഹാൻ എളനാട്, ഷാജി CV തുടങ്ങിയവർ സംസാരിച്ചു.
കുന്നംകുളം പാറയിൽ സെന്റ് ജോർജ് പള്ളിയിലെ വടക്കു ഭാഗത്തുള്ള ത്രോണാസിൽ പരിശുദ്ധ എൽദോ മാർ ബസേലിയോസ് പിതാവിന്റെ ഓർമ്മ പെരുന്നാൾ ആചരിച്ചു. ഞായറാഴ്ച നടന്ന പെരുന്നാളിന് പ്രഭാത നമസ്കാരവും തുടർന്ന് വിശുദ്ധ കുർബാനയും പ്രത്യേക പ്രാർത്ഥനയും ധൂപാർപ്പണവും നേർച്ചയും ഉണ്ടായി. ശുശ്രൂഷകൾക്ക് വികാരി ഫാദർ സജയ് ജോസ് നേതൃത്വം നൽകി. വൈദിക സെമിനാരി ദിനത്തിന് പ്രത്യേക പ്രാർത്ഥനയും നടത്തി. ചരമം. ആർത്താറ്റ് ഹോളി ക്രോസ് റോഡിൽ താമസിക്കുന്ന വാഴപ്പിള്ളി ഫ്രാൻസിസ് ഭാര്യ ജാൻസി നിര്യാതയായി 66 വയസ്സായിരുന്നു. ഫിൻസി, ജിഫി എന്നിവർ മക്കളാണ്. സംസ്കാരം ഇന്ന് വൈകിട്ട് ആർത്താറ്റ് ഹോളി ക്രോസ് ദേവാലയ സെമിത്തേരിയിൽ നടക്കും. കേച്ചേരി ചിറനല്ലൂർ വീട്ടിൽ അച്ചു മകൻ ബാബു നിര്യാതനായി. ഷീജ ഭാര്യയും കൃഷ്ണ ബാബു മകളുമാണ്. സംസ്കാരം ഉച്ചയ്ക്ക് 12:30 നടക്കും. ഇതോടെ ന്യൂസ് അറ്റ് 11:30 സമാപിക്കുന്നു. നമസ്കാരം.